എവിടെ പോ ടാറ്റ പോണു ബൈ ബൈ ടാറ്റ റോസ് എവിടെ പോ റോസു റോസു ഓടടി റോസു അങ്ങനെ റോസുവിന്റെ അപ്പൂപ്പനെ കാണാൻ പോകുന്ന പോക്കാണ്. റോഷു ടാറ്റാ. ബൈക്കിൽ കയറി ആരാടി ഇതിന്റെ കൂട്ടുകാര് പറയില്ലേ. ഹലോ, അപ്പൊ സമയം 5:15 ചാച്ചിര റോസും നാട്ടിൽ നമ്മുടെ ഒരച്ചാച്ചൻ വന്നിട്ടുണ്ട്. ശിവൻ എന്നാ പേര്. ഞാൻ പറഞ്ഞില്ലേ റോസുവിന്റെ അപ്പൂപ്പനെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ചാച്ചൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഇവിടെ കിട്ടാത്ത 2-3 ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മേടിക്കാൻ പോയേക്കാം. റോസുവിന് ശിവച്ചാച്ചൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അവളെയും കൂടെ കൂട്ടിക്കോ എന്ന് പറഞ്ഞ് 2 പേരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് ചായ ഇട്ട് വെക്കാന്ന് വിചാരിക്കുന്നു. ഭയങ്കര എന്താ പറയാ ജലദോഷവും കാര്യങ്ങളും ഒക്കെയാണ്. എതിരായിട്ടും അത് മാറിയിട്ടില്ല. ഈ ഒരു ക്ലൈമറ്റ് മാറി വന്നാലേ എന്തെങ്കിലും ഒരു എന്താ പറയാ ഇതുണ്ടാകത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോകും. നല്ല തുമ്മലെന്ന് പറഞ്ഞാല് സഹിക്കാൻ വയ്യ. തുമ്മലും ചുമയും. ഇപ്പൊ രാത്രി ചുമയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ കാലാവസ്ഥ മാറിയിട്ട് വരുന്ന ഒരു ചൂടെന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ നമുക്ക് താങ്ങാൻ പറ്റൂല. അമ്മാതിരി ചൂടായിരിക്കും. ഭയങ്കര പൊള്ളുന്ന ചൂടൊക്കെ ആയിരിക്കും. ഇങ്ങനെ പോയാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ജലദോഷം ഒന്ന് മാറി കിട്ടിയാൽ മതി. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. ചൂടിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പം അത് എന്ത് സാധനമാണെന്ന് ഞാൻ വരുമ്പോൾ ഞാൻ കാണിക്കാൻ എന്താണെന്ന്. പോയിട്ടുണ്ട് റൂസ്. അവിടെ ചെല്ലുമ്പോൾ എന്താണ് എനിക്ക് പോകാൻ പറ്റില്ല. നൈസായിട്ട് പുറമൊന്ന് വിലക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല സുഖമുണ്ട്. പുറം നല്ല വേദന എന്ന് വെച്ചാൽ നല്ല വേദനയാണ്. ഇരുന്നിട്ടൊക്കെ എണ്ണിക്കാൻ നല്ല സുഖമാണ്. അപ്പം എനിക്ക് ബൈക്കിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. അപ്പം അവര് പോയിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും ചായ റെഡിയാക്കി വെക്കാം അല്ലേ. അപ്പം വാ. വരുന്നില്ലേ? ഓടിവോ ഓടിയോ. അപ്പൂപ്പനെ കണ്ടാടി. വരുന്നില്ലേ? മേടിക്കാൻ പോയെന്ന് പറഞ്ഞ ഐറ്റംസ് ദേ ഈ 3 എണ്ണമാണ്.